ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുത്തുവാവ എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം പുതിയൊരു വീഡിയോയുമായി കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു വീഡിയോസാണ്. അപ്പം കുറച്ച് ദിവസമായിട്ട് ലോങ് വീഡിയോ ഇടാൻ നമുക്ക് കഴിഞ്ഞില്ല. അത് ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോ ഇടാൻ കഴിയായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൊച്ചു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാരുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയെടുത്തു. രാവിലത്തെ കാപ്പി എന്ന് പറഞ്ഞാൽ ഇന്ന് ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചായയും മക്കൾക്ക് തേയില ഇട്ട് കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഹോർലിക്സ് കൂടെ മാത്രം ഇട്ടൊന്ന് ഇളക്കി റെഡിയാക്കി എടുത്തു. അങ്ങനെ ചായ ഉപ്പുമാവൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ നോക്കണേ. അപ്പോൾ എന്താ വോയിസ് വിടേണ്ടതെന്ന് എനിക്ക് കുന്നില്ല. എളുപ്പം നമ്മളിങ്ങനെ വോയിസ് പറഞ്ഞുകൊണ്ടിരിക്കും, നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കുകളൊന്നും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന സംസാരത്തിലൊക്കെ എന്തെങ്കിലും കുറ്റോ പോരായ്മയൊക്കെ ഉണ്ട്, കൂട്ടുകാർ ക്ഷമിച്ചു തരുമെന്ന് വിചാരിക്കുന്നു. പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും കൂടെ ഒന്ന് നമ്മളെ ഫോളോ ചെയ്യണട്ടെ. അപ്പോൾ ഇതേ വീഡിയോസ് തന്നെ നമ്മൾ ഇൻസ്റ്റയിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അവിടെയും കൂടെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മളിതാ ചായയും ഉപ്പുമാവോടെ ഞാൻ ചൂടോടെ കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇന്ന് കറി വെക്കാനുള്ള ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഇന്നലെ വൈകിട്ട് മക്കൾ സിറ്റിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അക്ഷയയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ എടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സബോള, ഇഞ്ചി, പച്ചമുളക്, തക്കാളി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം, തക്കാളി ഒന്ന് അരച്ചെടുക്കണം. അതൊക്കെയാണ് പരിപാടികൾ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറഞ്ഞ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ കണ്ടുപോകുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചുകൂടെ കാണാനൊന്ന് ശ്രമിക്കും. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ കമൻറ്റും ഒക്കെയാണ് ഞങ്ങൾക്ക് മുന്നോട്ടുള്ള വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്നതും കേട്ടോ. നമ്മളൊക്കെ ഓരോ പ്രതീക്ഷയായിട്ട് തുടങ്ങിയ വിജയമല്ല, അതിലൊരു വിജയത്തിലെത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തു, തക്കാളി അരച്ചെടുത്തു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാടക്കൂടെല്ലാം ഒഴിവായിട്ടുണ്ട് കേട്ടോ. അപ്പം മുട്ടയിടലൊക്കെ തീർന്നായിരുന്നു. അങ്ങനെ കാടകളെ എല്ലാം തീർത്തും കുറഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ കാടകളെല്ലാം നമ്മൾ ഇറച്ചിക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇനി കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കൂട് വൃത്തിയാക്കുന്ന വീഡിയോസൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം കഴുകി പറക്കി എടുത്തു. അതിന് ശേഷം കറി വെക്കാൻ നോക്കുകയാണ് കേട്ടോ. നമ്മുടെ തണുപ്പാണ്, മിറ്റം മഴയല്ലേ. മഴയത്ത് നമ്മുടെ എളിച്ചിൻ്റെ കുപ്പിയുടെയൊക്കെ കോലം കണ്ടോ. പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിത് ചൂടാക്കിയിട്ടും അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരുവിധം നെക്കി തൂകി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമ്മളിത് ഇഞ്ചിയും ആദ്യം ഇത് ഇടരുത് എന്ന് ഞാൻ മനസ്സിലോർത്താണ് കേട്ടോ. ഇത് ഈ അടുക്കി പിടിക്കും. സബോള ഇട്ടതിന് ശേഷമാണ് ഞാൻ ഇന്നും വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതൊക്കെ ഇടാറ് കേട്ടോ. പക്ഷേ ഇന്ന് ഓർക്കപ്പുറത്ത് എളുപ്പം ഇട്ടു. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇളക്കുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഈ അടുക്കി പിടിക്കും. സബോള ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒന്ന് ഇടുവാണെങ്കിൽ അടുക്കി പിടിക്കല്ലോ കേട്ടോ. സബോളയുടെ കൂടെ തന്നെ കിടന്ന് ഇത് വരണ്ട് റെഡിയാകും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഞ്ഞിയൊക്കെ വെന്തായിരുന്നു. കഞ്ഞിയൊക്കെ ഊറ്റി ഞാൻ ഇതൊക്കെ ഒന്ന് ഇളക്കി സബോള ഇളക്കി ഇടുന്നുണ്ട്. ഒരല്പം ഉപ്പൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇളക്കി നല്ലോണം വരട്ടിയെടുക്കുകയാണ്. നമ്മൾ ചിക്കൻ കറി വെക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിശദീകരിച്ച് കാര്യങ്ങളൊന്നും പറയാത്ത കേട്ടോ. എന്നാലും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം വെക്കുമ്പോൾ ഓരോ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ സൂത്രപ്പണികൾ കാണിച്ച് എളുപ്പം എങ്ങനെ വെക്കാവോ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിയുടെ കോലം ഇതൊക്കെയാണ് കേട്ടോ. അത് കാണുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. അതുപോലെ തണുപ്പാണ്, മഴയാണ്. ഇപ്പം അത്ര ദിവസങ്ങളല്ലേ മഴയൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് പറയാം. നമ്മൾ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ സവാള വരട്ടാനിട്ടതിന് ശേഷം നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നിർത്തി ഒരു പാത്രത്തിലേക്ക്. പിന്നെ എളുപ്പമുണ്ടല്ലോ ഇടാൻ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാല എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റ് അളവിനുള്ളത് നമ്മളൊരു പാത്രത്തിലേക്കോ വല്ലതും എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സബോള വരളുമ്പോൾ എളുപ്പമുണ്ട് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാൻ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഓരോന്ന് എടുത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ചിലപ്പോൾ ആദ്യം ഇടുന്ന പൊടി ഒന്ന് കരിഞ്ഞോ ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതിന് ഞാൻ എപ്പോഴും ചെയ്യുന്നത് എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒന്നിച്ച് ഇടുകയാണ്. അങ്ങനെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, അതിൻ്റെ കൂടെ 2 പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകം ഇട്ടു. അതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇത്രയും ആദ്യം ഇട്ട് ഒന്ന് ഇളക്കും കേട്ടോ. അതിന് ശേഷമേ ചിക്കൻ മസാല പൊട്ടിച്ചിട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ചിക്കൻ മസാല നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണവും ഗുണമൊക്കെ പോകും കേട്ടോ. അതുകൊണ്ട് അത് ലാസ്റ്റ് മാത്രമേ പൊട്ടിച്ചിടാറുള്ളൂ കേട്ടോ. ഇനിയിപ്പം ഗരം മസാല പൊടിച്ച് ചേർക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പം ഞാൻ ഓർത്തുന്ന പട്ടയും ഗ്രാമ്പൊക്കെ ഓരോന്നും അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച് അതും കൂടെ എടുത്ത് സബോളയിലേക്ക് തന്നെ ഇടുവാണ് കേട്ടോ. ചിക്കൻ മസാലയിൽ ഓൾറെഡി ഇതെല്ലാം ചേരുന്നതാണ്. എന്നാലും നമുക്ക് ഒരു ഇച്ചിരി ഇടുവാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണമൊക്കെ കിട്ടുമല്ലോ. അതിന് ഞാൻ പട്ടയും നമ്മുടെ അതിൻ്റെ എല്ലാത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല. പൂ പോലെ ഇരിക്കുന്നത് തക്കോലും അങ്ങനെ ഓരോരോ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജാതിയുടെ ഇതും പിന്നെ നമ്മുടെ ഇലയും ഇതെല്ലാം നമ്മൾ ഒരു ഇച്ചിരിച്ച് ഓരോ നുള്ള കേട്ടോ, ഒരുപാടില്ല, ഓരോ നുള്ളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സബോളയ്ക്കകത്ത് കിടന്ന് വരണ്ട് പിന്നെ വെള്ളം നമ്മൾ ചിക്കനൊക്കെ ചേർത്ത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇറങ്ങുമല്ലോ. അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചു. ബാക്കി സാധനങ്ങളെല്ലാം എടുത്ത് അടച്ച് വെച്ചു കേട്ടോ. ഈ കറിയും കൂടെ വെച്ചിട്ട് വേണം നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ മഴ തോർന്ന് നിൽക്കുന്ന സമയം വേണം നമുക്ക് മുറ്റം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചാൽ ചുറ്റോട് ചുറ്റും മരവും കാര്യങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഏത് സമയവും ചപ്പ് ഇങ്ങനെ വീണ് കിടക്കും കേട്ടോ. ചപ്പ് മാത്രമല്ല, ഇപ്പം ബ്രാഷൻ ബോർഡും വീണ് പിന്നെ പപ്പായും ആകെ പടക്കുളവാകും. അപ്പോൾ മഴ തോർന്ന് നിൽക്കുന്ന സമയത്ത് വേണം. ഇപ്പോൾ ഒരല്പം തോർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പോയി ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ സബോളയൊക്കെ വരണ്ടതിന് ശേഷം നമ്മൾ പൊടികൾ ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കണം കേട്ടോ. അപ്പം തീ കൂട്ടി വെക്കൽ, തീ കുറച്ചിട്ടതിന് ശേഷം മാത്രമേ പൊടി ഇട്ടിളക്കാവൂ കേട്ടോ. ഇല്ല തീ കൂട്ടി വെച്ചാൽ എളുപ്പം പൊടി ഇത് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ അത് നമുക്ക് അവിടെ നിന്ന് കുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ആ കറിക്കും ആ ചൊവയൊക്കെ ആയിരിക്കും കേട്ടോ. നമ്മൾ ചിക്കൻ കറി കൂട്ടുകയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഉണ്ടാക്കാതിരിക്കല്ലോ കേട്ടോ. ഏത് രീതിയിലും കറികൾ ഉണ്ടാക്കും, ചിക്കനായാലും മട്ടനാണെങ്കിലും ഏത് രീതിയിൽ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ കൂട്ടത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമേ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ അടിയിൽ പിടിക്കുന്നു. ഇതാണ് കേട്ടോ, കണ്ട പൊടി ഇട്ടപ്പോഴും അതിൻ്റെ ഇത് പിടിച്ചിരിക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ റെഡിയായി വരുന്ന എപ്പോഴാണെന്നറിയോ, നമ്മൾ അരപ്പൊക്കെ ചേർത്ത് വെള്ളമയമൊക്കെ ചേരുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ ഇതെല്ലാം കൂടെ ഇളകി ഇതിൻ്റെ അകത്ത് വന്നോടുവേ. അങ്ങനെ ആ പൊടി ഒന്ന് അല്പം മൂത്തതിന് ശേഷം ഞാൻ ചിക്കൻ മസാലയും കൂടെ കുറച്ച് പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അതായത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്തു. അതിനോടാണ് ചിക്കൻ മസാല കുറച്ച് മാത്രം ചേർത്താൽ മതിയേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ. നല്ല രീതിയിൽ മൂക്കണം. മൂക്കാതെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി കറി വെളുത്തിരിക്കും. അതുകൊണ്ട് ഇത് തീ കുറച്ചിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. കണ്ടോ, ഇതിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സബോള ഇട്ട് ഒരുവിധം വരണ്ട് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ചേർക്കുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നമ്മൾ അതിന് ശേഷം തക്കാളി റെഡിയാക്കി വെച്ചായിരുന്നല്ലോ, തക്കാളി അരച്ച. ഇനി അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ തക്കാളി ഇട്ട് ഇളക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്ന എല്ലാം ഇതിൻ്റെ അകത്ത് വരും കേട്ടോ. ഈ ഇളകി വരും. വെള്ളമയം ചെല്ലുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇളകി ഒന്നാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചെറിയ തിള വരുമ്പോൾ മാത്രമേ ഇനി ചിക്കൻ ചേർക്കാനുള്ളൂ കേട്ടോ. ഈ സമയം തന്നെ ആദ്യമം തന്നെ വെള്ളം കോരി ഒഴിക്കില്ല. ചിക്കൻ ഇട്ട് ഇളക്കി ഒരു 5 മിനിറ്റൊക്കെ ഇരുന്ന് അതിന് ശേഷം മാത്രമേ ബാക്കി വെള്ളം ചേർക്കാവൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഓൾറെഡി വെള്ളം ഇറങ്ങി തുടങ്ങും. ചിക്കൻ്റെ അകത്തും വെള്ളം കാണും കേട്ടോ. അതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി വെള്ളം ചിക്കൻ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ കാട കൊടുക്കുന്നതിന് മുമ്പ് മക്കളെടുത്ത് പൊരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. ഇടയ്ക്ക് കറണ്ടിൻ്റെ ഇതില്ലായിരുന്നല്ലോ, 4-5 ദിവസം കറണ്ടൊക്കെ ഇല്ലായിരുന്നപ്പോൾ നമുക്ക് ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ബാക്കി ഫുള്ള് കാട ഇന്നാണ് കൊണ്ടുപോയത് ബാക്കി കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുപോയപ്പോൾ ഞാൻ ഓർത്തുന്ന മക്കൾക്ക് ഇന്നലെ ഞാൻ ഓർത്തു കേട്ടോ, കാടകൾ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഇച്ചിരി ചിക്കൻ മേടിച്ച് കൊടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ മേടിച്ച ചിക്കനാണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മളെ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ല രീതിയിൽ ഇളക്കി റെഡിയായതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുത്തേച്ചാൽ മതി കേട്ടോ. തീയൊക്കെ ഒരല്പം കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെന്ന് വെച്ചാൽ ആ അരപ്പ് മുഴുവൻ ചിക്കനിൽ പിടിക്കണം കേട്ടോ. ചൂടായി കയറി വരുന്നുണ്ടോ. അതുപോലെ ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇളക്കി ഇത് വെക്കുമ്പോൾ തന്നെ ഈ ചിക്കനിൽ നിന്ന് ചിക്കൻ ചൂടാകുന്നതനുസരിച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. അപ്പം അതെല്ലാം നോക്കിയിട്ട് നമ്മൾ ബാക്കി വെള്ളം ചേർക്കാവൂ കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
മുമ്പ് പറഞ്ഞു വിട്ടുള്ള പുതുതായിട്ട് ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നവരുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ല. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോട് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യമേ സവോള വരട്ടിയപ്പം കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു, എന്നാൽ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ചിക്കന് പിടിക്കണമല്ലോ, അപ്പം അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ചിക്കനൊക്കെ കറി വെക്കുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്ക് ഈ ഉപ്പ് നോക്കാനൊക്കെ ഇങ്ങനെ മക്കളാരെങ്കിലും വേണം കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ കൂട്ടാത്തതുകൊണ്ട് ഉപ്പൊക്കെ നോക്കിക്കുന്നതൊക്കെ മക്കളെ വിളിച്ചിട്ടാണ് കേട്ടോ. അപ്പം എന്താ നമ്മൾ ഇത് ഇനി ഒരു 5 മിനിറ്റ് ഈ രീതിയിൽ തന്നെ വെക്കും കേട്ടോ. ഇതൊന്ന് വെച്ചതിന് ശേഷമേ വെള്ളം ചേർക്കുള്ളൂ കേട്ടോ. ഇത് അടച്ച് റെഡിയാക്കി വെച്ചിരുന്നു. ഇനി ഇതൊന്ന് എടുത്ത് ഇളക്കിയിട്ട് ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇപ്പം തന്നെ ഒരുവിധം വെള്ളമുണ്ട് ഇതിൻ്റെ അകത്ത് കേട്ടോ. ഇനി ഒരു അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്തുവെച്ചാൽ മതി. ഇപ്പം തന്നെ പാതി വേവായിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഈ ആവിയിൽ നിന്ന് പാതി വേവായിട്ടുണ്ട്. ഇനി ബാക്കിയൊന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്തുവെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചിക്കൻ കറിക്ക് ആവശ്യമായ വെള്ളമെല്ലാം ചേർത്ത് കൊടുത്തിട്ട് 1-2 കറിവേപ്പിലത്തണ്ട്, ചെറിയ കറിവേപ്പിലത്തണ്ടാണ് കേട്ടോ, അത് മണ്ടയിലിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനി ഇത് തീ കുറച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് മുറ്റത്തെ പരിപാടികളൊക്കെ ഒന്ന് തീർത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി ആദ്യം തന്നെ ബ്രാഷൻ ബോട്ടുകൾ നിലത്ത് വീഴുന്നതൊക്കെ ഒന്ന് പറക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ അവിടെ ഇവിടെ കിടന്ന ബ്രാഷൻ ബോട്ടിനും വെള്ളത്തിൽ കിടന്ന ബ്രാഷൻ ബോട്ടും എല്ലാം പറക്കി കഴിയും നമ്മൾ തിണ്ണയിലേക്ക് കുടഞ്ഞിട്ട് കേട്ടോ. ചെറുക്കായി പറക്കിയാണ് ജാറിൻ്റെ അകത്തിട്ടത് കേട്ടോ. ജാറ് കിടന്നാൽ ചീഞ്ഞു പോകുമല്ലോ. അങ്ങനെ കിടന്നതെല്ലാം പറക്കി നമ്മൾ മുറ്റത്ത് കിടക്കുന്നതും നമ്മുടെ വഴി സൈഡിൽ നിൽക്കുന്നതെല്ലാം പറക്കിക്കൊണ്ടിടുവാണ്. നമുക്ക് 3 പൈനാപ്പിളിൻ്റെ ചോട്ടിൽ നിന്നാണ് ഇതെല്ലാം വീഴുന്നത് കേട്ടോ. 3 അല്ല 4 അതിൽ നിന്നാണ് ഈ വീഴുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറക്കിയിടുക. പ്രാഷൻ ബോട്ടിനാണെങ്കിൽ ഈ പച്ചയ്ക്ക് വില കിട്ടുമെന്ന് അറിയത്തില്ല, പഴുത്തേനൊക്കെ നല്ല വിലയും ഉണ്ട് കേട്ടോ. ഇപ്പം എന്താണല്ലോ അതെല്ലാം പറക്കി വെച്ച് ഇനി പിന്നെ മുറ്റം തൂക്കാനാണ് കേട്ടോ. മഴ തോർന്ന സമയത്ത് പിന്നെ മുറ്റം എല്ലാം തൂത്ത് നല്ല ക്ലിയർ ആക്കാനാണ്. ഇപ്പം തൂത്തിടുമ്പോൾ നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ട്. 1 മിനിറ്റ് വന്ന് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ 10 ഇരട്ടി ചപ്പായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ചുറ്റോട് ചുറ്റും ഈ ചപ്പ് നിൽക്കുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ചപ്പുകൾ ഇങ്ങനെ വീഴുന്നത്. അത് മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകാനും പാടാണ് കേട്ടോ. അങ്ങനെ മുൻവശം എല്ലാം വൃത്തിയാക്കി, അങ്ങനെ ബാക്ക് വശം എല്ലാം വൃത്തിയാക്കി, അങ്ങനെ 4 സൈഡും എല്ലാം വൃത്തിയാക്കി വന്നപ്പം പിന്നെ നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. അങ്ങനെ മക്കളെ വിളിച്ച് ഉപ്പ് നോക്കുകയും വെന്തോന്നൊക്കെ നോക്കിച്ചു കേട്ടോ. അങ്ങനെ കൊച്ചു വന്ന് ഇതെല്ലാം നോക്കിയതിന് ശേഷം അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. രണ്ടാമതൊന്നും ചേർക്കേണ്ടി വന്നില്ല. അങ്ങനെ ചിക്കൻ കറിയൊക്കെ റെഡിയായി കേട്ടോ. അതിന് ശേഷം ഞാൻ ചിക്കൻ കറിയെല്ലാം ഓഫ് ചെയ്ത് വെച്ച്, അപ്പോൾ അതിന് കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി പറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾ അകത്ത് റൂമിൻ്റെ അകത്ത് കുറച്ച് ജോലികളുണ്ടായിരുന്നു കേട്ടോ. മക്കൾ ആ ജോലികളെല്ലാം തീർത്ത് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ കറി എല്ലാം അടച്ച് വെച്ചതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ നിന്ന് കേട്ടോ. നമുക്ക് വെള്ളം കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്, വെള്ളം കണക്ഷനുണ്ട്, നമുക്ക് പൈപ്പ് സെറ്റിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പാത്രം കഴുകുക ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. വെള്ളം എടുത്തു കൊണ്ടുവന്ന് ഇവിടെ പെരക്കകത്ത് കൊണ്ട് വെച്ചിട്ട് വേണം നമുക്ക് പാത്രമൊക്കെ കഴുകാൻ കേട്ടോ. പിന്നെ അതെങ്കിലും ഉണ്ടല്ലോ, ഇതുപോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ കാണുമല്ലേ. അപ്പോൾ നമുക്ക് ഉള്ള സൗകര്യം കൊണ്ട്, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞാൽ ഉള്ള സൗകര്യം കൊണ്ട് നമുക്ക് ആദ്യം തന്നെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഈ പാത്രങ്ങളൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് 2-3 ഉള്ളിത്തൊലിയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം എടുത്തൊന്ന് മാറ്റി കളയുകയാണ്. അങ്ങനെ ആ വെള്ളത്തിൻ്റെ അകത്തിട്ട് അത് കല്ലും കഴിഞ്ഞാൽ വേറെ പുതിയ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെച്ചിട്ട് വേണം നമുക്ക് പാത്രം കഴുകാം. അങ്ങനെ പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി ഇത് അടുക്കള എല്ലാം നല്ല വൃത്തിയാക്കി എല്ലാം നീറ്റാക്കി കേട്ടോ. എല്ലാം കഴുകി പറക്കി ഒതുക്കി വെച്ചു. അങ്ങനെ അടുപ്പിൻ്റെ അവിടെ എല്ലാം റെഡിയാക്കി കേട്ടോ. ഇത് നമ്മളെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അടുപ്പ് ഭാഗം എല്ലാം അടുക്കള എല്ലാം വൃത്തിയാക്കി കേട്ടോ. ഇതുപോലെ എല്ലാം വൃത്തിയാക്കി. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടിനി എല്ലാം കുറച്ച് പാത്രം ഉണ്ട്, അത് കഴുകാനിരിക്കുകയാണ്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കണ്ട കേട്ടോ, അത് എപ്പോഴും അങ്ങനെ അരിക്കുലത്തേ കിടക്കുള്ളൂ. പിന്നെ റൂമിലേക്ക് കയറി വന്നപ്പോൾ മക്കളെല്ലാം ഒരുവിധം എല്ലാം ഒതുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. റൂമിൻ്റെ നിറച്ചും തുണി കഴുകിയിട്ടതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ റൂമിൽ പണിയുണ്ടായിരുന്നു. അലമാരിയെല്ലാം ഫുള്ള് നീറ്റായിട്ട് എല്ലാം മടക്കി ഒതുക്കി മക്കൾ വെച്ചു കേട്ടോ. എല്ലാം അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നേ. മക്കൾ 2 പേരും കൂടെ അതെല്ലാം അടുക്കി പറക്കി വെച്ചു.
അലമാരിയൊക്കെ എടുത്ത് ഇപ്പുറ സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് വെച്ച് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അലമാരി ഇപ്പുറ ഡെസ്ക് കിടന്നിടത്തായിരുന്നല്ലേ. അപ്പോൾ ആ രണ്ടുപേരുടെ അലമാരിയൊക്കെ അപ്പുറത്തെടുത്ത് തിരിച്ച് വെച്ചു. ഈ അലമാരിയല്ല, മറ്റേ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കുന്ന അലമാരിയല്ലേ, ആ അലമാരിയൊക്കെ എടുത്ത് അപ്പുറത്തേക്കൊക്കെ വെച്ച് ഈ അലമാരിയെല്ലാം വൃത്തിയാക്കി കഴുകാനുള്ള തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ബാക്കി തുണികളെല്ലാം അയലൊക്കെ വിരിച്ച് അങ്ങനെ കുറേ എല്ലാം ഒതുക്കി വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷം മക്കൾക്ക് അക്ഷയ വരെയും പോകണം. അങ്ങനെ ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് ഒരു പ്ലേറ്റിലെടുത്ത് മക്കൾക്കും വാരിക്കൊടുത്ത് ഞാനും വാരി കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇന്ന് ചിക്കൻ കറി ആണല്ലോ എന്ന ബോധം തലയിൽ ഉദിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ ചോറെല്ലാം നീക്കിയിട്ടിട്ട് പിന്നെ ഓരോരുത്തർക്കുള്ള ചോറൊക്കെ ഞാൻ വിളമ്പി കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ ചോറൊക്കെ കഴിച്ചിട്ട് അവർ 3 പേരോട് അക്ഷയയിൽ പോയി കേട്ടോ. 3 അല്ല, ഇന്ന് പെൺപിള്ളേർ 2 പേരോടെ പോയി, ചെറുക്കായി പോയില്ല കേട്ടോ. അതിനുശേഷം അവർ ചോറൊക്കെ കൊണ്ടിട്ട് പോയി. ഞാനും ഇച്ചിരി ചമ്മന്തിയും കൂടെ അരച്ചു കേട്ടോ. പപ്പടം ഉണക്കമീനും ഉണ്ടായിരുന്നു, ഇച്ചിരി ചമ്മന്തിയും കൂടെ അരച്ച് ഞാനിവിടെ ചോറൊക്കെ ഉണ്ട്. എനിക്കിനി സംഘത്തിലൊക്കെ പോകണം കേട്ടോ, കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം.